കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള സമരങ്ങളെ സംബന്ധിച്ച് ഗുരുതര ആരോപണവുമായി ഷോൺ ജോർജ്. സഭകളുടെ പ്രക്ഷോഭങ്ങളിൽ SDPIയും ജമാഅത്ത് ഇസ്ലാമിയും നുഴഞ്ഞു കയറിയെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. കേരളത്തിലെ 9 ഇടങ്ങളിലെ പ്രതിഷേധങ്ങളിൽ സാന്നിധ്യമുണ്ടായി. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നുഴഞ്ഞു കയറ്റത്തിൽ സഭകൾ ജാഗ്രത പാലിക്കണം. സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ SDPI ഇടപെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്ത് ഏറ്റവും പാരമ്പര്യമുള്ള 2000 വർഷത്തോളം പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭയാണ് കേരളത്തിലുള്ളത്. ലോകമെമ്പാടുമുള്ള മിഷണറിമാരെ സംഭാവന ചെയ്യുന്നതിലും ലോകമെമ്പാടും ക്രൈസ്തവ സഭയെ കെട്ടിപ്പടുക്കുന്നതിലും വലിയ സംഭാവന നൽകിയ ചരിത്രമാണ് കേരളത്തിനുള്ളത്. എന്നാൽ ഇന്ന് ക്രൈസ്തവ സഭ ലോകരാജ്യങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം. ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഛത്തീസ്ഗഡിലെ ഈ വിഷയത്തിലും സഭാ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ നുഴഞ്ഞു കയറുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ, സഭാ നേതൃത്വത്തിൻ്റെ അറിവോടെയോ അല്ലാതെയോ ഞാൻ അന്വേഷിച്ച ഒരു സ്ഥലങ്ങളിലും സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എടുത്തു പറയുന്നു, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പൊതുസമൂഹം കാട്ടേണ്ടതായിട്ടുണ്ട്. അത് ഇനി പറയാതെ കടന്നു പോകാൻ കഴിയില്ല.